ഹലോ. ഇല്ല സർ, മരിച്ചയാളെ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാനായില്ല. ആൻഡ് നോബഡി ഹാസ് കം ടു ക്ലെയിം ദ ബോഡി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഒരു ഫോട്ടോ എടുത്ത ശേഷം ബോഡി മറവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. യെസ് സർ. അങ്ങനെയാണ് വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കള്ളം പറയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അയ്യോ അയ്യോ, എനിക്ക് വയ്യേ, എന്നെ ഒന്ന് സഹായിക്കണേ ഈശ്വര. എനിക്ക് തല ചുറ്റുന്ന പോലെ. നിലവിളിക്കാതെ കാര്യം പറഞ്ഞല്ലേ. ഞാൻ എങ്ങനെ പറയൂ? അവൻ എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണേ എന്റെ ഭഗവതി? അയ്യോ, എന്റെ നാവ് വരളുന്നേ, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലേ. ഇത് വലിയ ശല്യമായല്ലോ. എന്താ? ചുമ്മാ കിടന്ന് അലച്ചു തല്ലുന്നല്ലാതെ കാര്യം എന്താന്ന് പറയുന്നില്ല. തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് തോന്നുന്നു. നിങ്ങൾ വെറുതെ കിടന്ന് കരയാതെ സംഭവിച്ച എന്താന്ന് പറയൂ. ഇന്നലെ മുതല് എന്റെ മോനെ കാണുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അത്താഴത്തിന് വെള്ളയപ്പവും മീൻകറിയും വേണമെന്ന് പറഞ്ഞിട്ടാ പോയത്. അത് ഉണ്ടാക്കി വെച്ച് വെളുക്കം വരെ കാത്തിരുന്നു, ഇതുവരെ വന്നിട്ടില്ല. എവിടെ പോകുന്നെന്ന് പറഞ്ഞിട്ടാ പോയത്? ഓഫീസിൽ പോയതാ. എന്തെങ്കിലും ആവശ്യത്തിന് എവിടെ പോയാലും എന്നോട് പറയാതെ ഒരിടത്തും പോവില്ല. അഥവാ പോയാൽ തന്നെ ഒരു ദിവസം താമസിച്ച എവിടെയാണെങ്കിലും എന്നെ അറിയിക്കും. അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ ഈശ്വര, എനിക്ക് ആകെയുള്ള ഒന്നാ. ഇവിടെ അതിനൊന്നും വരുത്താതെ എന്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ. സാറന്മാരെ ഒന്ന് അന്വേഷിക്ക്. എന്റെ മോൻ എന്താ പറ്റിയെന്നൊന്ന്. ശരി ശരി, നിങ്ങളൊരു പരാതി എഴുതി കൊടുത്തോളൂ. ഓക്കെ, ഒന്നും അറിഞ്ഞൂടാ. നിങ്ങൾ പറഞ്ഞാ മതി, ഇവരെഴുതിക്കോളും. മഞ്ജു, ടേക്ക്. അങ്ങനെയാണ് രമേശ് എന്ന പേരുള്ള ഇല്ലാത്തൊരാളെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. എന്താ നിങ്ങളുടെ മകന്റെ പേര്? തെറ്റും ചെയ്തിട്ടില്ല. രമേശൻ നായർ. എന്താ എന്താ പേര് പറഞ്ഞത്? രമേശൻ നായർ. കള്ളമാണ്, പച്ചക്കള്ളം. രമേശ് നായർ എന്നൊരാളെ. മാഡം, ഇത് കള്ളക്കഥയാണ്. ഞങ്ങളെ കൊടുക്കാനുള്ള കള്ളക്കഥയാണ്. കഥ കള്ളമോ സത്യമോ, രമേശ് നായർ ഒരാളുണ്ടെന്നും അയാളെ വിളിച്ചു വരുത്തി കൊല ചെയ്തെന്നും ഇപ്പൊ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല ഇല്ല, അങ്ങനെ ഒരാളില്ല. അയ്യോ, എന്റെ കുഞ്ഞിനെ കൊന്നോ ദ്രോഹികളെ. എന്താ നോക്കി നിൽക്കുന്നത്? കുറച്ച് വെള്ളം കൊണ്ടുവരൂ.